പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വചനങ്ങൾ നൽകപ്പെടുമ്പോഴേ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കാര്യം കർത്താവിൻ്റെ തനി വചനങ്ങളാണ് അച്ഛൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ഈ ക്ലേശകാലമായ കാലത്തെ അതിജീവിക്കാനുള്ള അപ്പോസ്തല കാലം മുതലേ സഭയ്ക്ക് നൽകിയ പൈതൃകമാണ് ഈ സന്തോഷമെന്ന് പറയണത്. പൗലോസ് സന്തോഷത്തിൽ നിന്ന് മാറണില്ല. പൗലോസ് പറയും, എപ്പോഴൊക്കെ സന്തോഷമായിരിക്കണമെന്ന് അപ്പോസ്തലനോട് ചോദിച്ച ഉടനെ പൗലോസ് പറയും, സ്ലീഹ എപ്പോഴൊക്കെയാണ് സന്തോഷമായിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇന്ന സമയം, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറയും. വായ്, അതാണ് പ്രശ്നം. എന്താണ് അങ്ങനെ പറയണത്? ആർക്കങ്ങനെ പറയാൻ കഴിയും? ഇപ്പോഴ് ഒന്ന് തലശ്ശേരി 5:16, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ, പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലികമായ ഈ ക്ലേശകാലങ്ങളിൽ കൈവരിക്കുന്ന സന്തോഷത്തിൻ്റെ അഥവാ അപ്പോസ്തല പൈതൃകമായ സന്തോഷത്തിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? ഇപ്പം നമുക്ക് എപ്പോഴും സന്തോഷത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഡോക്ടർ പറയുന്നു നമ്മുടെ രോഗം ഇനി മാറത്തില്ല, മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് ഡോക്ടർ പറയണം. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചീട്ട് നോക്കിക്കൊണ്ട്. അപ്പം നമ്മുടെ കണ്ണ് നിറയും. ചീട്ട് നമ്മുടെ ഡയഗ്നോസിസിൻ്റെ കാർഡും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അപ്പം കണ്ണ് നിറയുമ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? സ്ലീഹ പറയും, എപ്പോഴും സന്തോഷത്തിരിക്കാൻ. പിന്നെ എങ്ങനെ നമ്മൾ സന്തോഷത്തിലിരിക്കും? വാട്ട് ഇസ് എ ട്രബിൾ വിത്ത് അസ്? എവിടെയാണ് മിസ്സൊക്കെ? അതായത് സന്തോഷത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. നമ്മൾ ഫിലിപ്പിയർ 4:4 എന്താ കണ്ടത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കാൻ? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് എ പോയിന്റ്. അതായത് ഫിലിപ്പിയർ 4:4 പറഞ്ഞ എന്താണ്? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കണം? നമ്മൾക്ക് വരുന്ന സുഖദുഃഖങ്ങളല്ല സന്തോഷിക്കേണ്ടത്. സുഖദുഃഖങ്ങളിൽ സന്തോഷിക്കണമല്ല ക്രിസ്ത്യൻ സന്തോഷം എന്ന് പറയണത്. ഇവിടെയാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എന്ത്? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ. ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം വസ്തുവിലല്ല, അല്ലെങ്കിൽ അനുഭവങ്ങളിലല്ല, ഒരു വ്യക്തിയിലാണ്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസി നീ മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അനുഭവങ്ങളിലല്ല. നമ്മുടെ ദുഃഖമോ സന്തോഷമോ നമ്മുടെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടതല്ല. വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വമാണ്. കാര്യം അവൻ നമ്മൾ കുടികൊള്ളിടത്തോളം കാലം
നമ്മുടെ സന്തോഷമോ സങ്കടമോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ സന്തോഷത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തില് നിറച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, ബേസ്മെൻ്റ്, റെഫറൻസ് ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മക്കളെ, കർത്താവിന് ഒരു വിശ്വാസിയുടെ ഉദ്ദേശവും ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക. അപ്പം ഈ വളർച്ച അനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് മോശമായാലും അത് നല്ലതായാലും അതൊന്നും അല്ല നമ്മളെ ബാധിക്കുന്നത്. നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കുന്നത് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു പരിശീലനമാണ്. പൗലോസ് തന്നെ പറയണത് എന്താ? 4:12 ഫിലിപ്പിയർ 4:12 എന്ന് പറയണത്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. താഴ്ന്ന നിലയിൽ, ഇപ്പം നമ്മുടെ താഴ്ന്ന നിലയിലല്ലേ ജീവിക്കണേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ സൈഡിലൊക്കെ ആൾക്കാർ, ഇവിടുത്തെ കുറേ കേരളത്തിലെ നല്ല നല്ല ഹോട്ടലെല്ലാം ആലപ്പുഴയാണ്. അവിടെ നല്ല മീൻകറി കിട്ടും, അതാണ് വിഷയം. പക്ഷേ ഇപ്പം ഇല്ല, മീനില്ല. കടല് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇപ്പോൾ ആൾക്കാർ പച്ചക്കറിയൊക്കെ കൊണ്ട് ജീവിക്കുക, താഴ്ന്ന നിലയിൽ ജീവിക്കുക. നമ്മളെല്ലാവരും ഓരോരുത്തരും അങ്ങനെയാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ താഴ്ന്ന നിലയിൽ ജീവിക്കും. രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നമുക്ക് യാത്രയില്ല, നമുക്ക് വരുമാനമില്ല, നമുക്ക് മുമ്പത്തെ പോലെ പണം നമ്മുടെ കയ്യിലില്ല. ചിലക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അരിയും പയറും മാത്രമേ ഉള്ളൂ കയ്യിൽ. ഞങ്ങൾ കൃപാസനത്തിൽ കുറേ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ മാസം കുറേ കിറ്റുകളില്ല, ഒരു വീടിന് ഒരു 200 വീട്ടിന് ജീവിക്കാൻ വേണ്ടി മാത്രം സാധനങ്ങൾ ഓരോ ചാക്കിലാക്കിയപ്പോൾ 750 രൂപയായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് പുളി വരെ വെച്ച് കൊടുത്തു. പുളി. കാര്യം എന്താണ്? ചില പറഞ്ഞ വെച്ചാൽ സോപ്പില്ല എന്ന് പറയും. അപ്പം നമ്മൾ താഴ്ന്ന നിലയിൽ, അപ്പം ഞങ്ങൾ സോപ്പ് വാങ്ങിച്ചതിൻ്റെ അത് വെച്ച്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, സോപ്പ് ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നോ? നമുക്ക് 5-6 സോപ്പ് ഇട്ടിട്ട് നമ്മൾ ലാവിഷായിട്ട് കഴുകിയ കാലമുണ്ട്. സോപ്പ് പകുതിയാകണ മുമ്പ് തന്നെ വാഴച്ചവിട്ടിലെടുത്ത് എറിഞ്ഞു കളയും. അവിടെ കിടന്നിട്ട് വാഴക്ക് പണിയായിട്ട് വരും ആ സോപ്പ്. ഇന്നിപ്പോൾ സോപ്പ് നമ്മൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കണത്. ഒരേ കാലമാണത്. അപ്പോസ്തല കാലത്തിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് നോക്കിയേ, 4:12 നോക്കിയേ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ജീവിക്കണ പോലെ സമൃദ്ധി ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. ഇതൊക്കെ കൊറോണ കാലമൊക്കെ ഒരു പരിശീലനമാണ് ശരിക്കും.
ഇതൊരു ശാപമല്ല, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലികമായ പരിശീലനമാണ്. ഇത് പരിശീലനമായിട്ട് എടുക്കുന്ന ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ പേരിലും. പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാം താഴ്ന്ന നിലയിലെ ജീവിക്കുന്നവരും അതൊരു വിശ്വാസത്തിന്റെ പരിശീലനമായി കാണുവാനും നിരാശ വെടിഞ്ഞ് സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തില് സ്വീകരിക്കുവാനും അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെഫി ഫ്രാൻസിസ്. ഞാൻ വരുന്നത് സൗദി അറേബ്യയിൽ നിന്ന്, റിയാദിൽ നിന്നാണ്. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ്, ഒല്ലൂര്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ആദ്യമായി തന്നെ ഞങ്ങളിവിടെ വീണ്ടും ഈ അൾത്താരയിൽ നിൽക്കാൻ അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് ആണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിച്ച ജോലി ലഭിച്ചതിൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. ആദ്യം ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഞങ്ങൾക്ക് 6 മാസം മുൻപ് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു, ഓൾറെഡി NRI ഉടമ്പടിയിൽ. ഈ ദിവസം തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഈ ദിവസം തന്നെ മാതാവിൻ്റെ മുൻപിൽ വരുവാനായിട്ട് സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി പത്രത്തിൽ, പുതുക്കുന്ന പത്രത്തിൽ നോക്കിയപ്പോൾ സെയിം ഡേറ്റിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. 6 മാസം മുൻപ് ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ ഹസ്ബൻഡിന്. ആ ജോലി ഞാൻ ഓൾറെഡി തീർത്ഥാടന ഉടമ്പടിയിൽ ഇരിക്കുമ്പോഴാണ് ജോലി നഷ്ടപ്പെട്ടത്. ജോലി നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാലും NRI ഉടമ്പടിയിൽ ഞാൻ നിബന്ധനകളൊക്കെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാതിരുന്നിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ഓൺലൈൻ ഉടമ്പടി ഒന്നും കൂടി എടുത്ത് ഞാനത് റിന്യൂ ചെയ്തു, ഒന്നുകൂടിയും ചെയ്യാനായിട്ട്, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ ഹസ്ബൻഡും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ചെയ്ത പോലെ രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ മെറിറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ലഭിക്കാണ്ടായിരുന്നപ്പോൾ ഒരുപാട് നിരാശയുണ്ടായിരുന്നു. എന്നാലും വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ആ ഉറച്ച ബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് പിന്നെയും ജോലി ലഭിക്കാതിരുന്നപ്പോൾ അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾ വിശേഷ വിധിയായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ജോലി ലഭിക്കുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുക്കുമെന്ന് പറഞ്ഞു. ഈശോയെ, മാതാവേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിക്കുന്നത് വരെ ഞാൻ ഉപവാസത്തിലായിരിക്കും. പിന്നെ ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഞാനൊരു പുല്ല്, ഇങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ പുല്ല് കിട്ടും, അതെടുത്ത് കുറച്ച് കല്ലൊക്കെ അതിൽ വിരിച്ച് ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോള് വന്നു. ആ കോള് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ആ ജോലി തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പിന്നെ ആ ജോലി ലഭിച്ചതിന് ശേഷം ഹസ്ബൻഡ് ചെയ്തിരുന്ന ജോലി ഒരു ഫോറൻസിക് ഡിലേ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ജോലിയാണ്. ആ ജോലിയിൽ ആഗ്രഹിച്ചിരുന്ന പൊസിഷനൊന്നും ആൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ പുതിയ ജോലിയിൽ ആൾ ആഗ്രഹിച്ചിരുന്ന ഒരു കോൺട്രാക്ട്സ് മാനേജർ എന്ന് പറഞ്ഞ പൊസിഷനും ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടപ്പെട്ട ജോലിയേക്കാളും വലിയൊരു ജോലി തന്ന് മാതാവും ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. കോടാനുകൂടി നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് സൗദി PR, ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ കനേഡിയൻ PR കുറിച്ചിട്ട് ലഭിച്ചതായിട്ടുള്ള സാക്ഷ്യം പറഞ്ഞു. ഈ പ്രാവശ്യം എനിക്ക് സൗദി PR, ഒരു സൗദി പ്രീമിയം റെസിഡൻസി എന്ന് പറയും, സൗദി പൗരന് തുല്യം നമ്മളെ ആക്കുന്ന ഒരു കാറ്റഗറിയാണ് അത് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് മാസങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും അതിനൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടിയിൽ PR വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ ജോലി ലഭിച്ചതിന് ശേഷം ഈ PR തന്ന് മാതാവും ഈശോയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞങ്ങൾ കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു.
മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് ഞാൻ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എന്താ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറയും BA ലിറ്ററേച്ചർ. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഡിഗ്രി ഇല്ല. ആക്ച്വലി ഞാനൊരു +2 ഗ്രാജുവേറ്റ് അല്ല ഞാൻ. അപ്പോഴും അതെൻ്റെ ഒരു വിഷമമാണ്. എനിക്ക് എപ്പോഴും ഒരു ജോലി വേണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് അത് പറയും. എല്ലാവർക്കും അറിയായിരിക്കും, വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു ബോർഡിലാക്കി അതിനുവേണ്ടി നമ്മൾ പോസിറ്റീവ് തിങ്കിങ് അങ്ങനത്തെ ഒരു സ്റ്റൈല്. പക്ഷെ ഞാൻ അതിനെ വിഷൻ ബോർഡിന് പകരം ഒരു മിറക്കിൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുത്ത് അതിൽ എനിക്ക് ജോലി ലഭിക്കുന്നതായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നതായിട്ടും പിന്നെ ഹസ്ബൻഡിന് സൗദി PR ലഭിക്കുന്നതായിട്ടും ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും ഞാനതിൽ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ അതിനുശേഷം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി എനിക്കൊരു ജോലിക്കുള്ള ഒരു ഇൻ്റർവ്യൂ കോള് ദൈവാനുഗ്രഹത്താൽ നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഉപ്പും ഇതൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ കോള് ചെറിയൊരു ജോലിയാണ്. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ കോളെന്ന് പറഞ്ഞപ്പോൾ അധികം ഒന്നും ചോദിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ചുമ്മാ ChatGPT ഒക്കെ എടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും ചോദിച്ചാൽ പറയാനുള്ള ഉത്തരങ്ങളൊക്കെ ചുമ്മാ നോക്കി വെച്ചു. പക്ഷേ ശരിക്കും ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ അതൊരു ശരിക്കുമുള്ള ഒരു നോർമൽ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷെ ഞാനത് നല്ല രീതിയിൽ എനിക്ക് പറയാനായിട്ട് പറ്റി. അതിനുശേഷം എനിക്ക് ആ ജോബ് കിട്ടി. ബ്രിട്ടീഷ് കൗൺസിലിൽ എക്സാം ഇൻവിജിലേറ്റർ ആയിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചത്. ഒരു +2 യോഗ്യത മാത്രമേ ഉള്ളൂ എനിക്ക് ഡിഗ്രി പോലും ഇല്ല. അപ്പോൾ അതും തന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും ഞാൻ ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബാക്കി വന്ന തിരിയെടുത്ത് എപ്പോഴും നോക്കും. ഈ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ രൂപം അതിൽ വരുന്നു, മാതാവിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും, തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും മാതാവിനെ ഒന്ന് അതിൽ കാണാൻ പറ്റുക, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ പറ്റുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. മാതാവ് ഒരു അടയാളം പോലെ എപ്പോഴും ചോദിക്കും. ഉടമ്പടി ധ്യാനത്തിലൊക്കെ ഞാൻ അടയാളം ചോദിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ഒരു ഉത്തരം അച്ഛൻ എനിക്ക് തന്നിരിക്കും. അച്ഛൻ്റെ ആ വാക്ക് കേൾക്കാനായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കാത്തിരിക്കും. പിന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് ഉള്ളതുകൊണ്ട് ഡെയിലി ബ്രെഡിലും എന്തെങ്കിലും ജീവിത പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഡെയിലി ബ്രെഡിൽ എനിക്ക് അതിനുള്ള ഉത്തരം ഉണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിലും ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ കുരിശിൻ്റെ വഴി നടന്ന് അത് കഴിഞ്ഞപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എല്ലായ്പ്പോഴും ഞാൻ മെഴുകുതിരി നോക്കും. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അതിൽ ബാക്കി മാതാവിൻ്റെ രൂപമായിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ ചുമ്മാ ഞാൻ കുരിശിൻ്റെ വഴി കഴിഞ്ഞു. പിറ്റേ ദിവസം ആ മെഴുകുതിരി ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ വന്ന മാതാവിൻ്റെ രൂപമാണ്. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അതുപോലെയുള്ള കൃപാസന മാതാവിൻ്റെ രൂപമാണ്. ഇത് എനിക്ക് ഒരു അർഹതയില്ല ഇത് പിടിക്കാനോ ഈ അത്ഭുതം എൻ്റെ ഭവനത്തിൽ നടക്കുവാനായിട്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ ബൈ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഇറ്റ്സ് all by grace. I truly believe it. അപ്പോൾ ഈ അനുഗ്രഹത്തിനും എനിക്കൊരു അടയാളമായിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ മാതാവിൻ്റെ രൂപം കാണുമ്പോൾ ഒരുപാട് വ്യക്തികൾ വിശ്വാസത്തിൽ ആഴപ്പെടും എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഈ അത്ഭുതം നടന്നതിന് അന്ന് കുരിശിൻ്റെ വഴിക്ക് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ യോഗ്യതയാലൊക്കെയാണ് ഇത് നടന്നിട്ടുള്ളത്. അതിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ മൂത്ത മകള്, അവളുടെ പേര് കാത്രിൻ എന്നാണ്. അവൾക്ക് പഠിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് അവൾ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പാസ്സാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 8th ഗ്രേഡിലാണ് അവൾ പഠിച്ചിരുന്നത്. അപ്പം ഞാൻ പേരൻറ്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് പേടിയാണ്, ഇനി എന്താണ് പറയുക അവളെക്കുറിച്ച്, ഇനിയിപ്പോൾ 9th പാസ്സാവോ ഇല്ലേ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോകാറ്. അന്നത്തെ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അവൾക്ക് ബാക്കി എല്ലാ സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്കുള്ളത് കൊണ്ട് അവളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ് 9th ഗ്രേഡിലേക്ക്. അങ്ങനെ 9th ഗ്രേഡിലാണ് ഇപ്പോൾ അവളുള്ളത്. അതും മാതാവും ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദികൾ അർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. എപ്പോഴും എനിക്ക് ഓർമ്മ വരാറുള്ള ഒരു ബൈബിൾ വാക്യമാണ്. നമുക്ക് ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ എളിമപ്പെടാനായിട്ട് പറ്റാതിരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരാമെന്നുള്ള ബൈബിൾ വാക്യമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിങ്ങൾ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി.
പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്, സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് സാഹചര്യം കുറവാണെങ്കിലും അവിടെ ഞങ്ങൾ സിഗ്നലിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പം അവിടെ പിള്ളേരൊക്കെ വരും ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നതിനുപരിയായിട്ട് ഞങ്ങളൊരു കിറ്റായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസും വാട്ടറും പിന്നെ ഫുഡൊക്കെ ആയിട്ട് ഒരു കിറ്റ് പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ നേർച്ച പോലെ ഞങ്ങൾ അതിന് സാലറിയിലെ ഒരു പങ്ക് ഞങ്ങൾ പ്രേക്ഷിത വേലയ്ക്കായിട്ട്, അതായത് പൊതിച്ചോറായിട്ടും പിന്നെ അനാഥാലയങ്ങളും എല്ലാ മാസവും ഞങ്ങൾ അനാഥാലയത്തിൽ ഇങ്ങനെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരെയും സഹായിക്കാനായിട്ട് കഴിയുന്ന വിധത്തിലൊക്കെ ആര് സഹായം ചോദിച്ചാലും ഞാൻ നോ എന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിലില്ല. അത് പലപ്പോഴും എനിക്ക് ഉപദ്രവമായിട്ടുണ്ടെങ്കിലും അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഈ ഉടമ്പടി ധ്യാനവും അതൊക്കെ എല്ലാ ചൊവ്വാഴ്ചയും കൂടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് മടുപ്പ് തോന്നാം. പക്ഷേ ഈ അച്ഛൻ്റെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഞാനതുപോലെ നാട്ടിൽ വന്നപ്പോൾ അനാഥാലയങ്ങളിൽ പോയി രോഗികളെ സന്ദർശിച്ചു. എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എപ്പോഴും ഹസ്ബൻഡായാലും ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന എല്ലാ മാസവും എൻ്റെ പപ്പേനെ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കാനും പിന്നെ അനാഥാലയങ്ങളിൽ പപ്പ സന്ദർശിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഓരോ കാരുണ്യ പ്രവർത്തികളും അതുപോലെ ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഐലിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 12 ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഒക്ടോബറിൽ ഞാൻ ജർമ്മനിക്ക് പോകാനിരിക്കുമായിരുന്നു. അതിന് മുന്നേ ആയിട്ട് വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഈ ഓഗസ്റ്റിൽ ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ പതിവായിട്ട് ഇയർ വാക്സ് വന്ന് അടിഞ്ഞിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ചെവിയിൽ നിന്ന് വാക്സ് ക്ലീൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിവായിട്ട് എപ്പോഴും ഇങ്ങനെ വാക്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ ആവും, പിന്നെയും പെട്ടെന്ന് തന്നെ പഴയ പോലെ കേൾക്കാൻ മേലാതെ പോലെ വരുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു, നിനക്ക് ചെവി കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാനൊരു 3 വർഷം മുന്നേ കോളേജിൽ പഠിക്കുമ്പോഴേക്കും വാക്സ് ക്ലീൻ ചെയ്തപ്പോഴേക്കും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. കേൾവി തുറന്നതായിട്ടൊന്നും എനിക്ക് വ്യത്യാസം തോന്നിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വാക്സ് ക്ലീൻ ചെയ്തപ്പോഴും എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. എനിക്ക് കേൾവി കുറവായിട്ടുള്ള പോലെ തന്നെ തോന്നി. അപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ഇതുപോലെ വാക്സ് ക്ലീൻ ചെയ്തു. ENT ഡോക്ടറിനെ കണ്ടു, വാക്സ് ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ ഇതുപോലെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് കേൾവി പരിശോധിക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 3 കൊല്ലം മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു കേൾവി കുറവാണോ എന്ന്. ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേൾവി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും വലത് ചെവിക്ക് 25% മുതൽ 30% വരെ കേൾവി കുറവാണെന്ന് കണ്ടെത്തി. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇത്രയും കേൾവി കുറവ് വരുന്നത് ഒരു അസ്വാഭാവികമായിട്ടുള്ള കാരണമായതുകൊണ്ട് MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 15 ബ്രെയിനിൻ്റെ MRI എടുത്തു. അപ്പോൾ അന്ന് എൻ്റെ അമ്മ ചൊവ്വാഴ്ചത്തെ ധ്യാനം അന്നായിരുന്നു കൂടിയത്. അപ്പോൾ അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് 44 ദിവസം കഴിയുമ്പോഴേക്കും മാതാവ് അത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 44 ദിവസം കണക്ക് കൂട്ടുമ്പോഴേക്കും സെപ്റ്റംബർ 29. ഞാൻ ഓഗസ്റ്റ് 29 ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് എന്തായാലും ഹിയറിംഗ് ടെസ്റ്റ് ഇനി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് കേൾവി തിരിച്ചു കിട്ടിയതായിട്ട് മാതാവ് വ്യക്തമായിട്ട് നിനക്ക് ഒരടയാളം തരും, നിനക്ക് പൂർണ്ണമായിട്ടും കേൾവി തിരിച്ചു കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ENT ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾവി പോയതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് MRI എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം MRIയുടെ റിസൾട്ട് വന്നു. അപ്പോൾ കേൾവിയുടെ നെർവിനെ ഞെരുക്കുന്ന എന്തോ ഒരു സാധനം ബ്രെയിനിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു സിസ്റ്റും ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണണം. സിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്താലും ചിലപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ചുണ്ട് കോടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓഗസ്റ്റ് 19 ഞങ്ങൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി.
ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അന്ന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സുഗന്ധം കിട്ടിയായിരുന്നു. എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ചെവിയിലും തലയിലും ഒക്കെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴേക്കും രോഗികളെയായിരുന്നു ആദ്യം വിളിച്ചത്. അപ്പോൾ ഒരു 50 വയസ്സിൽ താഴെയുള്ള ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ അസുഖമാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരണേ, എനിക്കിവിടെ ഈ ആൾത്താരെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 25-ാം തീയതി ഞങ്ങൾ ആസ്റ്ററിൽ പോയി. ആസ്റ്ററിൽ പോയപ്പോഴേക്കും അവിടുത്തെ ന്യൂറോ സർജനെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അദ്ദേഹം വെക്കേഷന് പോയിരിക്കുമായിരുന്നു. എനിക്ക് 29-ാം തീയതി തിരിച്ചും പോകണം. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒത്തിരി തിരക്കുള്ള ഡോക്ടറായിരുന്നു. മാതാവിന് സമയത്തിന് മേൽ അധികാരമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 25-ാം തീയതി ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ന്യൂറോ സർജൻ പറഞ്ഞു, സിസ്റ്റിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല, എങ്കിലും നിങ്ങൾ ENT സർജനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ എൻ്റെ പപ്പ, ഞങ്ങൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ENT ഡോക്ടർ വിനോദ് ഡോക്ടറായിരുന്നു. ഡോക്ടർ അവിടെ ഉള്ള ഡോക്ടറല്ല, ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടറാണ്. അപ്പോൾ പപ്പ വിനോദ് എന്നുള്ളതിന് പകരം വിനീത് എന്ന് തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂറോ സർജൻ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വിനീത് ഡോക്ടറിനെ ഇന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വിനീത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ENT സർജൻ ഉണ്ടായിരുന്നു. മാതാവ് ആ സമയത്ത് തെറ്റിച്ച് പറഞ്ഞാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വിനീത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് നടക്കുന്ന റൂം തപ്പി നടന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, ഗ്രേ കളറിലുള്ള ഒരു റൂമാണ്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേ കളർന്ന് കേട്ടപ്പോൾ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കളറാണ് ഗ്രേ കളറ്. അപ്പം നമ്മളെന്തായാലും ആ റൂമിനകത്ത് വെച്ച് മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് ചെവിയിലെല്ലാം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അകത്തേക്ക് പോയി. പപ്പായും അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. അകത്ത് പോയപ്പോഴേക്കും എനിക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും എൻ്റെ കേൾവിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ കേൾക്കുന്നത് അതേ കേൾവിയാണ് എനിക്കുള്ളതെന്ന് റിപ്പോർട്ടിൽ കണ്ടു. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, എനിക്കും അറിയാം. എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും കേൾവി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കേൾവി ശക്തി മാതാവ് എനിക്ക് തിരിച്ചു കൊണ്ടുതന്നാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ENT സർജനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല, ബ്രെയിനിനും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഓഗസ്റ്റ് 29-ന് തിരിച്ച് ജർമ്മനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നാളെ കഴിഞ്ഞ് ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ജർമ്മനിക്ക് പോകാനായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവിടെ പരിചയക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു, എനിക്ക് കൂട്ടുകാരും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അക്കോമഡേഷൻ എനിക്ക് കിട്ടിയില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ മെയിൽ അയച്ചു, യൂണിവേഴ്സിറ്റിയിൽ ഇനി അക്കോമഡേഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബന്ധുക്കളോ ആരും ഇല്ലാതെ അവിടെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8-ാം തീയതി 8 നോയമ്പിൻ്റെ തീരുന്ന ദിവസം മാതാവ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള ഒരു ചേച്ചിയുടെ അമ്മയെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ ചേച്ചി പറഞ്ഞു, ഒരു റൂമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ ആരും അങ്ങനെ സ്വന്തം റൂമിലൊന്നും നിർത്തത്തൊന്നുമില്ല. പക്ഷേ ആ ചേച്ചി എന്നെ അവിടെ നിർത്തി. അപ്പം എനിക്ക് പോകുന്നതിന് മുന്നേ വേറൊരു റൂം വന്നിട്ട് കിട്ടി. പക്ഷേ അതൊരു സബ്ലെറ്റ് റൂമായിരുന്നു. അതായത് ഒരാളുടെ റൂമാണ്, ആ ആൾ വെക്കേഷന് പോയപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് തരുന്ന ഒരു റൂമാണ്. അപ്പോൾ ആ റൂം എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് 1 മണിക്കൂർ അകലെയായിരുന്നു. അപ്പം ഞാൻ ആ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പോകുന്നതിന് ഒരാഴ്ച മുന്നേ ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ റൂം അത് തരത്തില്ല, അതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് പോയി. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് റൂമില്ല. പക്ഷെ ഞാൻ
ഉറച്ചു വിശ്വസിച്ചു മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി ഞാൻ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്, ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതല്ലേ, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റൂം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കത് എങ്ങനെ കിട്ടാനാണ്, അവർ നമുക്ക് മെയിൽ അയച്ചതല്ലേ, ഇനി അവിടെ റൂമില്ല, അവിടെ ഫുള്ളാന്ന് അയച്ചതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനി ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയി. ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നേരിട്ട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം ബസ് സ്റ്റോപ്പിലിരുന്ന് കൂടിയിട്ട് ഞാൻ ആ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയി ഉപ്പിട്ടു. എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു റൂമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു റൂം ഉണ്ടെന്ന് പറഞ്ഞ്. അതൊരു അത്ഭുതമായിരുന്നു, കാരണം അവരാർക്കും അങ്ങനെ കൊടുക്കത്തില്ല. ഒത്തിരി കുട്ടികൾ അങ്ങനെ പോയി ചോദിക്കുന്നതായിരുന്നു, പക്ഷെ ആർക്കും കൊടുക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ജർമ്മനിയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് വയ്ക്കാൻ പറ്റുന്നൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡ് വയ്ക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെപ്പറ്റി പറയുമായിരുന്നു. എനിക്ക് റൂം കിട്ടിയതും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതും എല്ലാം കൃപാസനത്തിൽ നിന്നാണെന്ന് പറയുമായിരുന്നു. ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും പറ്റുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. വചനം വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പത്രം ജർമ്മനി ഇവിടുന്ന് പോയതുകൊണ്ട് അവിടെ വിതരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം മടി കൂടാതെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മടിയും കൂടാതെ പത്രം കൊടുക്കാൻ പറ്റി.